വിജയനഗരത്തിൽ ദാമ വേതാളത്തിന്റെ ശില്പം തന്റെ കൊട്ടാരത്തിൽ നിന്നും എടുത്തു. അതിനെ അപമാനിച്ച് ഏരിയിലേക്ക് എറിഞ്ഞു. പിന്നെ കൊട്ടാരമായ ചന്ദ്രകാന്ത് കോട്ടയെ ഹോട്ടൽ ചന്ദ്രകാന്ത് കോട്ടയായി മാറ്റിയതിനു ശേഷം അതേ ഹോട്ടലിൽ രഞ്ജിത്തിന്റെ കല്യാണം നടന്നപ്പോൾ ഭയങ്കരമായ സംഭവങ്ങൾ നടന്നു. പ്രിയയെ മാത്രമല്ല ഗ്രാമത്തിലെ എല്ലാ പെണ്ണുങ്ങളെയും വേതാളം കടത്തിക്കൊണ്ടുപോയി. പെണ്ണുങ്ങളെ തേടി ചെന്നപ്പോൾ രഞ്ജിത്തും മരിച്ചുപോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സ്ത്രീകൾ എല്ലാവരും തന്നെ തിരികെ വന്നു. പക്ഷെ അവരുടെ പ്രവൃത്തി വിചിത്രമായിരുന്നു. സോണോഗ്രാഫി മൂലം മനസ്സിലായി എല്ലാ സ്ത്രീകളുടെ വയറ്റിലും ഒരു ദുഷ്ടശക്തി കുഞ്ഞു വളരുകയാണ്. ഇനി തുടർന്ന് കാണൂ. വിജയനഗരത്തിലെ ജനങ്ങളൊക്കെ പേടിച്ചിരിക്കുകയാണ്, വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ്. കാരണം അവരുടെ ഭാര്യ, മകൾ, മരുമകളുടെ വയറ്റിൽ ദുഷ്ടശക്തി വളരുകയാണ്. തലവൻ സാറേ, ഇതിന് എന്തെങ്കിലും തീരുമാനം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഗ്രാമത്തിലുള്ള എല്ലാ പെൺകുട്ടികളുടെ വയറ്റിലും തീയ ശക്തി എന്ന കുഞ്ഞുള്ളത്. വളരെ വേഗത്തിൽ തന്നെ ആ വയറ്റിലുള്ള കുഞ്ഞുങ്ങളെല്ലാം ജനിച്ച് നമ്മുടെ ഗ്രാമത്തിനെ തന്നെ നശിപ്പിച്ച് കളയാൻ പോകുന്നത്. ഒരു പക്ഷേ ഗ്രാമത്തിനെ രക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ ആ വേതാളത്തിന്റെ ശില്പത്തിനെ ഏരിയയിൽ നിന്ന് എടുത്ത് വീണ്ടും ആ ശില്പത്തിനെ കൊട്ടാരത്തിൽ തന്നെ വെച്ചേക്ക്. ഇതുകൊണ്ട് ഗ്രാമത്തിനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അത് ചെയ്തോളാം. പക്ഷേ ആരാണ് അത് ചെന്ന് എടുക്കുന്നത്? ആ വേതാളം എല്ലാവരെയും കാണാതെയാക്കുന്നു. പിന്നെ അത് എന്നെയും കാണാതെയാക്കും. ഞാൻ തന്നെ ആ ശില്പത്തിനെ ഏരിയിൽ കൊണ്ടിട്ടത്. ഞാൻ തന്നെ അത് ചെന്ന് എടുത്തേക്കാം. തലവനും ചില ആളുകളും ഏരിക്കരയിൽ നിൽക്കുകയായിരുന്നു. ദാമയോടൊപ്പം ചേർന്ന് ചില ആളുകൾ ഏരിക്കകത്ത് ആ ശില്പത്തിനെ തേടി ചെന്നു. പക്ഷെ എല്ലാവരുടെ കാലുകളും പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അവർ ദിവസം മുഴുവനും ആ ശില്പത്തെ തേടിക്കൊണ്ടേയിരുന്നു. നേരം ഇരുട്ടുകയാണ്. പക്ഷെ എന്നാലും ആ ശില്പം കിട്ടിയില്ല. ആ ശില്പം ഇവിടെ ഇല്ല. ഇവിടെയും ഇല്ല. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ ഇവിടെയാണ് ആ ശില്പത്തിനെ ഇട്ടത്. പക്ഷെ അത് എന്തിനാ കിട്ടാത്തത്? ഒരു പക്ഷേ അത് കാണാതെ പോയെന്ന് തോന്നുന്നു. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ആ വേതാളമാണ് പകവീട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നു തോന്നുന്നു. അങ്ങനെയും ഉണ്ടാവാം. പക്ഷേ നമ്മളിപ്പോൾ എന്തു ചെയ്യാനാ? ഇപ്പോൾ ഈ ഗ്രാമം തന്നെ ഇവൻ ചെയ്ത തെറ്റിന് വേണ്ടി ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി വരും. തലവൻ ഗ്രാമത്തിലുള്ള എല്ലാവരും ആ ഏരി വിട്ട് അവരവരുടെ വീട്ടിലേക്ക് ചെല്ലുകയായിരുന്നു. ദാമ തന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സമീക്ഷ ഇരുന്നു കൊണ്ട് രക്തം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമീക്ഷ, നിനക്ക് എന്താ പറ്റിയത്? ദാമയുടെ ശബ്ദം കേട്ടതും സമീക്ഷ തന്റെ തല 360 ഡിഗ്രിയിൽ ചുറ്റി. എന്നിട്ട് ദാമയെ ചിരിച്ചുകൊണ്ട് നോക്കി. ചേട്ടാ, നിങ്ങൾ എത്തിയോ? എന്താ പറ്റിയത് സമീക്ഷ? എനിക്ക് വളകാപ്പ് ചെയ്യുമോ നിങ്ങൾ? അത് 7ാമത്തെ മാസമല്ലേ ചെയ്യാൻ പറ്റും? എനിക്കിപ്പോൾ 7ാമത്തെ മാസമാണ് നടക്കുന്നത്. പോയി ചെന്ന് ഉറങ്ങിയേക്ക്. എനിക്ക് വളകാപ്പ് നടത്തൂ. ദാമ പറഞ്ഞത് കേട്ടിട്ട് സമീക്ഷ കരയാൻ തുടങ്ങി. പക്ഷെ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരിനു പകരം രക്തമൊലിക്കാൻ തുടങ്ങി. സമീക്ഷ കരയുന്നത് കണ്ടിട്ട് ദാമ അവളെ കെട്ടിപ്പിടിച്ചു. പക്ഷെ അവന്റെ മുഖം പേടിച്ച് വിറയ്ക്കുകയായിരുന്നു. ശാന്തമായിരിക്കൂ. നാളെ തന്നെ ഞാൻ നിനക്ക് വളകാപ്പ് ചെയ്തേക്കാം. സമീക്ഷ മിണ്ടാതെ ഉറങ്ങി. പക്ഷേ ദാമയ്ക്ക് ഉറക്കം വന്നില്ല. എന്നെ കൊണ്ടാണ് മൊത്തം ഗ്രാമവും വിഷമത്തിലായിരുന്നു. ഞാൻ ആ ശില്പത്തിനെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കാതെ ഇരുന്നിരുന്നാൽ ഈ അവസ്ഥ വിജയനഗറിലേക്ക് വന്നില്ലായിരുന്നു. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ദാമ കൊട്ടാരമായ ചന്ദ്രകാന്ത് കോട്ടയെ നോക്കി ചെന്നു. അവിടെ നിന്നാണ് അവൻ ശില്പം എടുത്തത്. ദാമ ആ മുറിക്കകത്ത് ചെന്നു. അവിടെയാണ് വേതാളത്തിന്റെ ശില്പമുണ്ടായിരുന്നത്. എല്ലാം അവൻ നന്നായി ശ്രദ്ധിച്ചു. അവിടെ അവൻ ഒരു പഴയ നെയിം പ്ലേറ്റ് കണ്ടു. അതിൽ എന്തോ എഴുതിയിരുന്നു. മഹാരാജാവ് രുദ്രപ്രതാപിന്റെ ഭംഗിയുള്ള കൈകൾ കൊണ്ട് 1885 വെച്ചതാണ് എന്ന് വെച്ചാൽ ആ ശില്പത്തിനെ ഇവിടെ വെച്ചത് 1885. ഞാൻ 1885 പൂർത്തി ഡീറ്റെയിൽസും ഇപ്പോൾ എടുക്കണം. ദാമ കൊട്ടാരത്തിന്റെ പാഠശാലയിലേക്ക് ചെന്നു. പിന്നെ 1885 പുസ്തകങ്ങൾ അവൻ തേടാൻ തുടങ്ങി. തേടും തോറും അവന് 1885 പുസ്തകങ്ങൾ കിട്ടി. അതിൽ ആ ശില്പം സ്ഥാപിച്ചതിന്റെ എല്ലാ വിവരങ്ങളും എഴുതപ്പെട്ടിരുന്നു. ദാമ എല്ലാ വിവരങ്ങളും എടുത്തുകൊണ്ട് തലവനെ കാണാനായി ചെന്നു.
നിങ്ങൾ പറഞ്ഞത് നേരാണ് തലവൻ സാറേ. ഞാൻ ആ ശില്പത്തിനെ തൂക്കിയിട്ട് വളരെ വലിയ തെറ്റ് ചെയ്തു പോയി. ആ ശില്പം വെച്ചതിനുള്ള എല്ലാ ഇൻഫർമേഷനും ഞാൻ എടുത്തിട്ടുണ്ട്. അതുകുറിച്ച് എനിക്കും പറയുമോനെ. കാട്ടിന്റെ അകത്ത് ഉണ്ടായിരുന്ന ഈ വിജയനഗരം പല കൊല്ലങ്ങളായിട്ട് തന്ത്രമന്ത്രങ്ങൾ നിറഞ്ഞ രഹസ്യ ലോകത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. 18ാം നൂറ്റാണ്ടിൽ നമ്മളുടെ പൂർവികൾ റാം സിംഗ് അടുത്ത ദേശങ്ങളോടൊപ്പം യുദ്ധം ചെയ്തിട്ടുണ്ട്. റാം സിംഗ് യുദ്ധത്തിൽ ജയിക്കാനായിരുന്നു. പക്ഷേ അടുത്തുള്ള രാജ്യങ്ങൾ അവരുടെ തോൽവി കാരണം തന്ത്രമന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം അടുത്ത രാജ്യത്തിന്റെ ശക്തി വാய்ந்த രാക്ഷസി ശക്തി എന്ന് വെച്ചാൽ പ്രേതങ്ങളുടെ സമൂഹം നമ്മളുടെ രാജ്യത്തിനെ ആക്രമിക്കാൻ തുടങ്ങി. ആ പ്രേതങ്ങൾ ഒറ്റ രാത്രിയിൽ ജനങ്ങളെ സൂക്കേടാക്കിയിട്ടുണ്ട്. നമ്മളുടെ വിളച്ചൽ നാശമാക്കിയിട്ടുണ്ട്. അതിനുശേഷം പൂർത്തി ഗ്രാമവും നശിക്കാനുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ രാത്രി സമയത്ത് നിലവിളിക്കാൻ തുടങ്ങി. രാവിലെ ആയപ്പോൾ വീട്ടിൽ മരണ ഓലങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഗ്രാമത്തിലെ ജനങ്ങൾ പേടിച്ചു പോയിരുന്നു. പിന്നെ രാജാവ് റാം സിംഗ് തന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഗ്രാമത്തിലെ വലിയ താന്ത്രികർ ശിവാനന്ദ് അദ്ദേഹമാണ് വിജയനഗരന്റെ മഹാസിദ്ധ പുരുഷനെന്ന് വിചാരിച്ചു. അദ്ദേഹമാണ് മുൻപിലോട്ട് വന്നത്. പിന്നെ രാത്രി ഇരുട്ടത്ത് ശ്മശാനത്തിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം വേതാള സിദ്ധി മന്ത്രത്തിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. बेतालेश्वराय काल रात्रि तमसो नाशाय, बेतालेश्वराय काल रात्रि तमसो नाशाय, बेतालेश्वराय काल रात्रि तमसो नाशाय. കുറേ സമയങ്ങൾ യാഗം നടത്തിയതിനു ശേഷം ഒരു പഴയ പ്രേതത്തിൽ വേതാളത്തിന്റെ ആത്മ പ്രത്യക്ഷപ്പെട്ടു. വേതാളം ഒരു ധൈര്യശാലിയായ ശക്തി വാய்ந்த ഒരു പ്രേതമാണ്. നീയാണ് ഈ ഗ്രാമത്തിനെ രക്ഷിക്കണം. ഈ തീയ ശക്തികളെ വിരട്ടിയേക്ക്. അതിനു പകരം നിന്റെ നിറവേറാത്ത ആശയിനെ ഞാൻ നിറവേറ്റിക്കൊടുക്കും. നിന്റെ മുക്തിനുള്ള വഴി കാണിച്ചു തരാം. ശരി, പക്ഷേ ഓർമ്മിച്ചോളൂ, നീ എനിക്ക് തന്ന വാക്ക് നിറവേറ്റിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ നിങ്ങളുടെ നാശത്തിന് കാരണമായി മാറിപ്പോവും. അന്ന് രാത്രി ആ വേതാളം തന്റെ രുദ്രരൂപത്തിനെ കാണിച്ചു. അത് പ്രേത സമൂഹത്തിനെ ഭസ്മമാക്കിയിട്ടുണ്ട്. പിന്നെ ഗ്രാമത്തിൽ സമാധാനമുണ്ടായി. പിന്നെ ആ മന്ത്രവാദി ഗ്രാമത്തിലെ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി. ഇനി ഈ വേതാളമാണ് നമ്മളുടെ രക്ഷകൻ. നിങ്ങൾ എല്ലാവരും ഇവന് പൂജ ചെയ്യണം. ഓരോ അമാവാസ രാത്രിയും ഇവനക്ക് ഒരു ആട് ബലിയിടണം. അപ്പോഴേ അവന്റെ ശക്തി എപ്പോഴും ഉണ്ടാവും. ഒരു പക്ഷേ ഇവന്റെ പൂജ നിർത്തിയാൽ പിന്നെ ഇവന് വളരെ ദേഷ്യം വരും. ഞാൻ ഈ വേതാളത്തിന് മര്യാദ കൊടുക്കുന്ന രീതിയിൽ ഈ രാജകൊട്ടാരത്തിൽ ഒരു തനിമുറി കൊടുത്തേക്കാം. ഗ്രാമത്തിലെ ജനങ്ങളെ, ഈ ശില്പമാണ് ഈ ഗ്രാമത്തിന്റെ ആത്മ. ഇതിനെ എപ്പോഴും അവമാനിക്കല്ലേ. എന്റെ പൂർവികളാണ് വേതാളത്തിന്റെ ശില്പത്തിനെ ആ കൊട്ടാരത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനെ കൊണ്ട് ഏരിയിൽ വിട്ടതാണ്. ഇതിനെ അവരും അവമാനിക്കല്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ തന്നെ അവമാനിച്ചു. ഗ്രാമത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാൻ മാത്രമാണ്. ഞാൻ ഈ രാജകൊട്ടാരത്തിനെ ഹോട്ടലാക്കി മാറ്റി വ്യാപാരം ചെയ്യാമെന്ന് വിചാരിച്ചു. എന്റെ അകത്ത് അത്യാസ വന്നിട്ടുണ്ട്. നമ്മൾ താന്ത്രികരനെ വരവെച്ച് ആ വേതാളത്തിന്റെ ശില്പത്തിനെ വീണ്ടും കൊട്ടാരത്തിൽ വെക്കണം. തലവൻ മന്ത്രവാദി ശിവാനന്ദന്റെ വംശമായ മന്ത്രവാദി അമർനാഥിനെ വരുത്തി. അവർ ഏരിക്കരയിൽ നിൽക്കുകയാണ്. ദാമ അദ്ദേഹത്തോട് ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ വേതാളത്തിന്റെ ശില്പത്തിനെ ഈ ഏരിയയിലാണ് ഇട്ടത്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഗ്രാമത്തിലെ ജനങ്ങൾ തേടി നോക്കി. പക്ഷെ അത് കിട്ടിട്ടില്ല. ഇരിക്കൂ, ഞാൻ എന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് അതിനെ കാണുന്നു. അമർനാഥ് കണ്ണുകൾ മൂടി എന്നിട്ട് മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം അമർനാഥ് തന്റെ കണ്ണുകൾ തുറന്നു. ആ വേതാളം മുക്തി അടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ അതിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം. അമർനാഥ് ശ്മശാനത്തിലേക്ക് ചെന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മുൻപിലായി ഒരു പ്രേതം കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് വേതാള സിദ്ധ മന്ത്രങ്ങൾ പറയാൻ തുടങ്ങി. വേതാളേശ്വരായ കാളരാത്രി തംസോ നാശായ. ഒരുപാട് മണിക്കൂറുകൾ യാഗം ചെയ്തതിനു ശേഷം ആ പ്രേതത്തിന്റെ ശരീരത്തിൽ വേതാളത്തിന്റെ ആത്മാവ് വന്നു. എന്തിനാ എന്നെ വരവച്ചത്? എന്നെ ക്ഷമിച്ചേക്കൂ. ഞാൻ നിങ്ങളെ അവമാനിച്ചു. വീണ്ടും ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് രക്ഷകനായിരിക്കൂ. നിങ്ങൾ ദേഷ്യപ്പെട്ട് വിജയനഗരയിലുള്ള പെൺകുട്ടികൾ വയറ്റിൽ തീയ ശക്തി കുഞ്ഞുങ്ങളെ വിതച്ചിട്ടുണ്ട്. അതിനെ നശിപ്പിച്ചേക്ക്. മണ്ട, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. തീയ ശക്തി പ്രേതാത്മാക്കളാണ് അങ്ങനെ ചെയ്തത്.
ഞാൻ ദാമ ഗ്രാമത്തിനെ രക്ഷിക്കാൻ പൂർത്തി പ്രയത്നം ചെയ്തു. പക്ഷേ എനിക്ക് പൂജ നടക്കാത്തത് കൊണ്ട് ഞാൻ ബലവീനമായിട്ട് മാറിപ്പോയി. അതുകൊണ്ട് തീയശക്തി പ്രേതാത്മാക്കൾ എന്നെ തോൽപ്പിച്ച് പെൺകുട്ടികളെ കാണാതെ ആക്കിപ്പോയി. പിന്നെ ആ പ്രേതാത്മാക്കളാണ് പെൺകുട്ടികളുടെ ഗർഭത്തിൽ തന്റെ വിത്തുകളെ വിതച്ചിട്ടുണ്ട്. ഇപ്പോഴിതിന് ഏത് വഴിയാണുള്ളത്? ഇതിന് ഒറ്റ വഴിയാണുള്ളത്. എന്റെ ശില്പത്തിനെ വീണ്ടും വെക്കൂ, എനിക്ക് പൂജ ചെയ്യൂ, എനിക്ക് ബലി കൊടുക്കൂ. അതുകൊണ്ടാണ് എനിക്ക് ശക്തി കിട്ടും. അതിനുശേഷം ആ പ്രേതാത്മാക്കളിനെ ഞാൻ സംഹാരം ചെയ്യും. പിന്നെ പെൺകളുടെ ഗർഭത്തിലുള്ള തീയ ശക്തികളെയും ഞാൻ നശിപ്പിച്ചേക്കും. മേളതാളങ്ങളൊക്കെ മുഴങ്ങുകയാണ്. മന്ത്രവാദി അമർനാഥ് കൊട്ടാരത്തിൽ വേതാളത്തിന്റെ ശില്പം സ്ഥാപിക്കുകയാണ്. പിന്നെ മുൻപിൽ ഒരു വളയത്തിനകത്ത് എല്ലാ സ്ത്രീകളും നിൽക്കുകയാണ്. മുൻപിലെ ഹോമകൂടത്തിൽ തീ കത്തിച്ച് വേതാള സിദ്ധ മന്ത്രം പറയുകയാണ്. വേതാൾ സിദ്ധി ദേഹി ശക്തി മുക്ത്യാഹ ഗുണ്ടബലം മം അന്ത്രേ സന്നാദതി. ഒരുപാട് മണിക്കൂറുകൾ യാഗം ചെയ്തതിനു ശേഷം സ്ത്രീകളുടെ വായിൽ നിന്നും കറുത്ത പുക പുറത്തേക്ക് വരാൻ തുടങ്ങി. അതാ ശില്പത്തിന്റെ വായിൽ ചെന്നു. പിന്നെ സ്ത്രീകളെല്ലാം തന്നെ അവിടെ തന്നെ തലചുറ്റി വീണുപോയി. കുറച്ചു സമയത്തിനു ശേഷം സ്ത്രീകൾക്ക് ഓർമ്മ വന്നപ്പോൾ എല്ലാവരും പഴയതുപോലെ മാറി. അവരെല്ലാവരും വ്യത്യസ്തമായ പ്രവൃത്തി ചെയ്യുന്നത് നിർത്തി. ഗ്രാമത്തിലുള്ളവർ എല്ലാവരും സന്തോഷത്തോടെ വേതാളത്തിന് പൂജ ചെയ്തു.